ധീരജ് വധക്കേസ് പ്രതി നിഖിൽ പൈലിയെ ഡിസിസി അംഗമാക്കാൻ നീക്കം. ഡിസിസി പ്രസിഡന്റ് CP മാത്യു ആണ് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയത്. നിഖിൽ പൈലി അടക്കം 5 പേരെ ഡിസിസി അംഗങ്ങളായി നാമനിർദ്ദേശം ചെയ്യുന്നുവെന്നാണ് കത്തിലുള്ളത്. PS സാഗർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാഗർ, നമുക്കറിയാം ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് നിഖിൽ പൈലി എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെ ഡിസിസി അംഗമാക്കാനുള്ള നീക്കം നടക്കുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉയരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇപ്പോഴിങ്ങനെ ഒരു നീക്കം നടക്കാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുസരി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന SFI നേതാവ് ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിലെ 1ാം പ്രതിയാണ് നിഖിൽ പൈലി. ഈ നിഖിൽ പൈലിയാണ് DCC അംഗമായി നിർദ്ദേശം ചെയ്ത് ഇടുക്കി DCC പ്രസിഡന്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ നോട്ടീസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. CP മാത്യു, ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ നാമനിർദ്ദേശ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ ധീരജ് രാജേന്ദ്രനെ 2022 ജനുവരിയിലാണ് കോളേജ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന നിഖിൽ പൈലിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ചത്. നിഖിൽ പൈലിയാണ് ഈ കേസിലെ 1ാം പ്രതി. ഈ നിഖിൽ പൈലിയാണ് ഇപ്പോൾ DCC അംഗമായി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിഖിൽ പൈലിക്കെതിരെ SFI DYFI സോഷ്യൽ മീഡിയ പേജുകളിൽ വധഭീഷണി ഉൾപ്പെടെ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നത്. ഈ ധീരജ് രാജേന്ദ്രൻ കൊലപ്പെട്ട സമയത്ത് തന്നെ ഇടുക്കി DCCയും KPCCയും ഉൾപ്പെടെ നിഖിൽ പൈലി ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യില്ല എന്ന് പറഞ്ഞ് നിഖിലിനെ ചേർത്ത് പിടിച്ചിരുന്നു. അന്ന് KPCC പ്രസിഡന്റായിരുന്ന K സുധാകരൻ ഉൾപ്പെടെയുള്ളവർ നിഖിലിനെ ചേർത്ത് നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇടുക്കി DCCയും സ്വീകരിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിഖിൽ പൈലി 1ാം പ്രതിയാണ് നിഖിൽ പൈലി ഈ കേസിൽ. ഇതിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിരപരാധി എന്ന മറ്റൊന്നും ഈ കേസിൽ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നിഖിൽ പൈലിയെ DCC അംഗമായി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. ഇത് സമൂഹത്തിന് എന്ത് തരത്തിലുള്ള ഒരു സന്ദേശമാണ് നൽകുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. അനുസരി. ശരി, PS സാഗറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണവുമായി നടി അൻസിബ ഹസൻ തന്നെക്കുറിച്ച് മോശം കഥകൾ പ്രചരിപ്പിക്കുന്നു. കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതിനെ തുടർന്ന് വ്യക്തിവൈരാഗ്യം തീർക്കുകയാണ്. അവിഹിത കഥകൾ പ്രചരിപ്പിക്കുകയാണ്. മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്നുവെന്ന് വരെ പ്രചാരണം നടത്തി. തന്നെ ജിഹാദി എന്ന് വരെ അധിക്ഷേപിച്ചുവെന്നും അൻസിബ ആരോപിക്കുന്നു. ഞാൻ കേട്ടതാണ്, എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു. ഒന്നാമത് കുറെ അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജിഹാദി പരാമർശം, അദ്ദേഹത്തിന്റെ ടിനി ടോം ചേട്ടന്റെ ഡ്രൈവർ ഉൾപ്പെടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളുടെ മകനെ ഉൾപ്പെടെ ഞാൻ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു, അങ്ങനെ അവരെയൊക്കെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അത് മറ്റ് മെമ്പേഴ്സിന്റെ മുന്നിലും ഒക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ അത് നീന കുറുപ്പ് ചേച്ചി, നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ തന്നെയാണ്, നീന ചേച്ചിയാണ് എന്നോടത് പറഞ്ഞു തന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര, എനിക്കിപ്പോഴും അറിയില്ല എന്താ പറയണ്ടതെന്ന്. നമ്മളെ കൂടെയൊക്കെ ഉള്ള ആൾക്കാര് നമ്മൾ അങ്ങനെയായിരുന്നു കണ്ടിരുന്നതെന്ന് ചിന്തിച്ചു പോവല്ലോ. നടി അൻസിബ ഹസന്റെ ആരോപണത്തെ തള്ളി താരസംഘടന അമ്മയുടെ അധ്യക്ഷ ശ്വേത മേനോൻ. ഇന്ന് മെഡിക്കൽ ക്യാമ്പ് നടക്കുമ്പോൾ വന്ന പരാതി വളരെ ആസൂത്രിതമാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അൻസിബയെ വിളിച്ചുവെങ്കിലും ഫോൺ എടുത്തില്ല. മാധ്യമങ്ങളോട് പറഞ്ഞ പരാതി അമ്മയ്ക്ക് ലഭിച്ചത് ഇന്ന് 2 മണിയോടെയാണ്. ടിനി ടോമിനെതിരായ പരാതി രാജിക്കത്തിൽ പോലും പരാമർശിച്ചിരുന്നില്ല. സംഭവത്തിൽ ഗൂഢാലോചന സംശയിക്കുന്നുവെന്നും ശ്വേത മേനോൻ പറഞ്ഞു. മെയ് 12 തന്ന അക്സെപ്റ്റ് ചെയ്ത ഒരു റെസിഗ്നേഷൻ ഇന്നെന്ത് ദിവസമാണ്? മെയ് 23rd. അപ്പോ why not before this? Why only today? I mean, I'm feeling bad because ആ കുട്ടി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആൻഡ് എ വെരി ഗുഡ് EC മെമ്പർ ആണ്. നല്ല ഹാർഡ് വർക്കിംഗ് കുട്ടിയാണ്. ആൻഡ് ഇറ്റ്സ് വെരി സാഡ് ദാറ്റ് ഐ ഹാവ് ടു സേ ദിസ് ബിക്കോസ് മീഡിയ വഴി ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ മീഡിയയിൽ ഇതിന്റെ ഉത്തരം തരികയാണ്. 17 ആൾക്കാരിൽ ഒരാൾ കേട്ടു. ഓക്കെ, സോ വൈ നോട്ട് ദി അതർ 15 ആൾക്കാരും? അൻസിബയും കേട്ടിട്ടില്ല. അൻസിബന്റെ സ്വന്തം, നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞത് അൻസിബ കേൾക്കാത്ത വാക്കുകളാണ് അൻസിബയോട് പറഞ്ഞത്. സോ വൈ? നമ്മൾ അൻസിബ, എനിക്ക് തോന്നുന്നു ജനറൽ സെക്രട്ടറി 2 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. യെസ്, 100%. അൻസിബ സഹോദരിയെ പോലെയെന്നായിരുന്നു ടിനി ടോമിന്റെ പ്രതികരണം. പ്രവർത്തിക്കുന്നവരെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.